ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ ആരംഭ ദിനമായ ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ച ധ്യാനത്തിലേക്ക് സ്വാഗതം. കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും തിരുവചനം ശ്രവിക്കുന്ന ഏവർക്കും അത് ഉണർവിനും പുതുക്കത്തിനും പുനർസമർപ്പണത്തിനുമുള്ള നിമിഷങ്ങളായി തീരട്ടെ എന്ന് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ആഴ്ചത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുടെ വേദഭാഗം 1-ാം പാഠം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 12 മുതൽ 26 വരെയും, 2-ാം പാഠം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 19 മുതൽ 25 വരെയും, സ്ലീഹാഭാഗം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 20 വരെയും, ഏവൻഗേലിയൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26 മുതൽ 30 വരെയുമാണ്. ഈ ഞായറാഴ്ചത്തെ ധ്യാന വിഷയം ഗോഡ്സ് സബ്ലൈം ക്രിയേഷൻ, ഉത്കൃഷ്ടമായിരിക്കുന്ന ദൈവ സൃഷ്ടി എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ധ്യാന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യമാണ്. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഉപദേശ ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഗിരിപ്രഭാഷണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലും 23-ാമത്തെ വാക്യത്തിലും ആരംഭിച്ച ദൈവ രാജ്യത്തെ പറ്റിയുള്ള ഉപദേശത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ ഭാഗത്തെ കാണുവാൻ. എങ്ങനെയായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്നതിൻ്റെ ഉദാത്തമായ ചിത്രീകരണമാണ് ഇതിൽ ഉള്ളത്. തത്വചിന്തകന്മാരും ധർമ്മോപദേഷ്ടാക്കളും അതിൻ്റെ മൂല്യത്തെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. യഹൂദ പണ്ഡിതനായിരിക്കുന്ന മോണ്ടിഫർ പറയുന്നത് റാബിമാരുടെ അനുശാസനകളെയെല്ലാം അതിജീവിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ അടങ്ങിയ ഉപദേശമാണ് ഗിരിപ്രഭാഷണം എന്നുള്ളതാണ്. കൺഫ്യൂഷ്യസ്, ബുദ്ധൻ, പ്ലേറ്റോ, സെനെക്ക, ഹില്ലൽ തുടങ്ങിയ തത്വചിന്തകന്മാരുടെ ധാർമ്മിക ചിന്തകൾക്ക് ഉപരിയായ ഒരു മാനം ഗിരിപ്രഭാഷണത്തിനുണ്ട് എന്ന് നിസ്സംശയം പറയാം. മഹാത്മാഗാന്ധി പ്രതിദിനം ഗിരിപ്രഭാഷണം വായിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തത്തിനും ജീവിത ദർശനത്തിനും ഇത് പ്രേരകമായി ഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ലിയോ ടോൾസ്റ്റോയി, എബ്രഹാം ലിങ്കൺ, മാർട്ടിൻ ലൂതർ കിങ് എന്നിവർക്കും ഗിരിപ്രഭാഷണം വളരെ പ്രചോദനം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ നേടുവാൻ കൊണ്ടുപിടിച്ചോടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോരുത്തർക്കും അവരവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കൂട്ടത്തിലുള്ളവരെ പിന്തള്ളണം. അതുകൊണ്ട് ഞാൻ മാത്രം, എൻ്റെ കാര്യം മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയായി ഈ കാലഘട്ടത്തിലെ തലമുറകൾ മാറിയിരിക്കുകയാണ്. പലതും നേടിയെടുക്കുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആങ്സൈറ്റി, ന്യൂറോസിസ്
ആകാംക്ഷ രോഗം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾ മുതൽ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്ന രോഗികൾ വരെ ഉത്കണ്ഠ രോഗത്തിന് അടിമകളാണ്. ദരിദ്രർ അത്താഴത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ മുതലാളിമാർ ഓഹരി വിപണിയുടെ തകർച്ചയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. മാറാരോഗികൾ അടുത്ത സൂര്യോദയം കാണുവാൻ കഴിയുമോ എന്ന് ഉത്കണ്ഠപ്പെടുമ്പോൾ ആരോഗ്യമുള്ളവർ സിക്സ് പാക്ക് മസിലുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ആകുലപ്പെടുന്നവരാണ്. കല്യാണം എന്ന് നടക്കും, നടന്നാൽ തന്നെ ശരിയാകുമോ, മക്കൾ ഉണ്ടാകുമോ? ക്യാൻസർ, ഹൃദ്രോഗം മുതലായ രോഗങ്ങൾ വരുമോ? എൻ്റെ ആയുസ് എത്രയാണ്? ജോലിയുടെ ടാർഗറ്റ് എങ്ങനെ നേടിയെടുക്കുവാനായിട്ട് കഴിയും? എത്ര നാൾ എനിക്ക് ഈ ജോലി കാണും? ലോണും മറ്റു കടങ്ങളും എങ്ങനെ തീർക്കും? ഇങ്ങനെ വളരെയേറെ ആകുലതകളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അതിൻ്റെ മധ്യത്തിൽ സഭ ചിന്തിക്കുന്നു, ഉത്കൃഷ്ടമായ ദൈവ സൃഷ്ടി, ഗോഡ്സ് സബ്ലൈം ക്രിയേഷൻ. ദൈവ സൃഷ്ടിയുടെ വില തിരിച്ചറിയണമെങ്കിൽ ചില തിരിച്ചറിവുകളിലൂടെ നാം എല്ലാവരും കടന്നു പോകേണ്ടവരാണ്. ഒന്നാമത്തെ തിരിച്ചറിവ്, ജീവിതത്തെക്കുറിച്ച് ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. ജീവിതത്തെക്കുറിച്ച് ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. ഒരിക്കൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ രസകരമായിരിക്കുന്ന ഒരു വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുകയുണ്ടായി. ഒരു പത്രപ്രവർത്തകൻ ദൈവത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് രംഗം. ദൈവത്തോട് ഈ പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, മനുഷ്യനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ദൈവം പറഞ്ഞു, ചെറുപ്രായത്തിൽ അവരുടെ ആഗ്രഹം എങ്ങനെയും വലിയവരാകണം എന്നതാണ്. അങ്ങനെ വലിയവരായി കഴിഞ്ഞപ്പോഴോ അവരുടെ ആഗ്രഹം കുട്ടികൾ ആകണം എന്നതാണ്. ജീവിക്കാൻ വേണ്ടി അവർ ഏറെ വിയർപ്പൊഴുക്കുന്നു, അല്ലെങ്കിൽ അധ്വാനിക്കുന്നു. അധ്വാനിച്ച് ഏറെ സമ്പാദിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവർ രോഗികളാകുന്നു. പിന്നീട് മരണത്തിലേക്ക് അവർ കീഴ്പ്പെടുന്നു. അതിലൂടെ പറയുവാൻ ശ്രമിക്കുന്ന കാര്യം, മനുഷ്യൻ ജീവിതം എന്തെന്ന് അറിയാതെ പോകുന്നവരാണ്. ജീവിതത്തെക്കുറിച്ച് നാം സാധാരണ പറയുന്ന ഒരു വിശേഷണം, രണ്ട് അറിവില്ലായ്മയ്ക്കിടയിലെ അല്പ അറിവാണ് ജീവിതം എന്നതാണ്. എന്താണ് രണ്ട് അറിവില്ലായ്മ? ജനനത്തിന് മുമ്പ് നാം എന്തായിരുന്നു എന്നോ എവിടെ ആയിരുന്നുവെന്നോ നമുക്കറിയില്ല. മരണത്തിന് ശേഷം നാം എന്തായിരിക്കുമെന്നോ എവിടെ ആയിരിക്കുമെന്നോ നമുക്ക് അറിയുകയില്ല. കാരണം ഇവ രണ്ടും നമ്മുടെ അനുഭവത്തിന് അല്ലെങ്കിൽ നമ്മുടെ അറിവിന് പുറത്താണ്. എങ്കിൽ ആകെയുള്ള അല്പ അറിവും അനുഭവവും ഈ ജീവിതത്തെക്കുറിച്ചാണ്. നിമിഷങ്ങൾ കൊണ്ട് തീർത്തതാണ് ഈ ജീവിതം. അതിൻ്റെ അനശ്വരതയും ചെറുമയും ധ്യാനിച്ചാൽ തന്നെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. യിരെമ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നു, നിമിഷങ്ങൾ കൊണ്ട് തീർത്തതാണ് ഈ ജീവിതം. അതിൻ്റെ അനശ്വരതയും ചെറുമയും ധ്യാനിച്ചാൽ തന്നെ ജീവിതത്തെ മനസ്സിലാക്കി തുടങ്ങാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജീവിതം വിലപ്പെട്ട നിധിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയും നിയോഗവും തീരുമാനവും സ്വപ്നവുമാണ് ഓരോ ജീവനും. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ ജീവന്റെ തുടിപ്പിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞതാണ്. ഈ ഭാഗം പറയുന്നു, നൈമിഷികമായതിനെ എത്ര ഭംഗിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് പറയുന്ന ഉപമ താമരയാണ്. പൂവിൻ്റെ ആയുസ് വളരെ ക്ഷണികമാണ്. എങ്കിലും എത്ര ഭംഗിയോടെയാണ്
ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ പെറ്റൽസിൻ്റെ കളർ, അതിൻ്റെ ഡിസൈൻ എത്ര മനോഹരമാണ്. അതിന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഇതൾ വളരെ സോഫ്റ്റ്നെസ് ഉള്ളതാണ്. ദൈവം അതിൻ്റെ പൂർണ്ണതയിലാണ് ഈ പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും മനുഷ്യനെയുമൊക്കെ മെനഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ജീവിതം എത്ര മഹത്വകരം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. 2, സൃഷ്ടികർത്താവായ ഉടയവനെ തിരിച്ചറിയണം. ആരാണ് ഭയപ്പെടുന്നത്? അഭയം ഇല്ലാത്തവരാണ് ഭയപ്പെടുന്നത്. ആശ്രയം ഇല്ലാത്തവരാണ് നിരാശരായി ഉഴറുന്നത്. ശരണമില്ലാത്തവരാണ് അശരണരായി അലയുന്നത്. ഈ ഭാഗത്ത് കർത്താവ് പറയുന്നു, മനുഷ്യൻ കൂട്ടിവെക്കുന്നതിനായി വ്യഗ്രതപ്പെടുമ്പോൾ പറവകൾ കൂട്ടിവെക്കുന്നതിൻ്റെ ഫിലോസഫി അറിയുകയില്ല. പാടം വിളഞ്ഞു കിടന്നാലും അത് കൊത്തിയെടുക്കുവാൻ വരുന്ന പറവകൾ എന്തുമാത്രം കതിര് കൊത്തിക്കൊണ്ടുപോകും. അതിൻ്റെ ചുണ്ടിൽ ഒതുങ്ങാവുന്നത് മാത്രം. നാളെ കിട്ടുമോ ഇല്ലയോ എന്ന വിചാരത്തോടെ എടുക്കാൻ വയ്യാത്ത കതിരുമായി അവ പോകുന്നില്ല. നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ ഇല്ലാത്തതുകൊണ്ടാണ് പറവകൾ അവയുടെ കൊക്കിലൊതുങ്ങുന്നത് കതിരുകളുമായി പാടത്തു നിന്ന് പറന്നു ഉയരുന്നത്. ആകുലതകൾ ലേശം പോലും ഇല്ലാതെയാണ് അവയുടെ ജീവിതം. എന്നാൽ ആകുലതകൾ കാരണം മനുഷ്യന് ജീവിതത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കുവാൻ കഴിയാതെ പോവുകയാണ്. ശ്രീബുദ്ധൻ പറയുന്നു, ആഗ്രഹങ്ങളാണ് ജീവിത ദുഃഖങ്ങളുടെ അടിത്തറ. സകല ജീവജാലങ്ങൾക്കും വേണ്ടതെല്ലാം ദൈവം ഭൂമിയിൽ സ്വരൂപിച്ചിട്ടുണ്ട്. അമിത ആഗ്രഹങ്ങളുമായി മനുഷ്യൻ പരക്കം പായുമ്പോഴാണ് പോരായ്മകളും ആകുലതകളുമൊക്കെ ഉണ്ടാകുന്നത്. കർത്താവ് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു, അവയേക്കാൾ എത്രയോ വിശേഷതയുള്ളവരാണ് നാം. ഉടയവനെ ധ്യാനിക്കുമ്പോഴാണ്, ഉടയവനെ തിരിച്ചറിയുമ്പോഴാണ് കരുതുവാനും കാക്കുവാനും കരുത്തുള്ള കരമാണ് ഉടയവൻ്റെ കരം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പറവയെ പോറ്റിപ്പരിപാലിക്കുകയും താമരയെ സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുന്ന കർത്താവ് സ്വന്തം രൂപവും സാദൃശ്യവും ശ്വാസവും നൽകി രൂപപ്പെടുത്തിയ മനുഷ്യനെ എത്ര അധികമായി പരിപാലിക്കും. അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞുമദേശി പാടുന്നത്, നാളയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ഉടയവൻ ആരാണ്? കരുതുവാനും കാക്കുവാനും കരുത്തുള്ളവനാണ് ഞാൻ ആരാധിക്കുന്ന ഉടയവൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഉടയവനെ തിരിച്ചറിയുന്നവർക്ക് ദൈവിക സൃഷ്ടിയുടെ മഹത്വം ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. 3, ദൈവരാജ്യത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാകണം. ജീവിതം 3 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ദൈവരാജ്യത്തിൻ്റെ ദർശനത്തിൽ വേണം ഇന്നത്തെ ജീവിതത്തെ അർത്ഥപൂർണമാക്കേണ്ടത്. ജീവിതം ധന്യമാകുന്നത് മരണത്തിനപ്പുറം നഷ്ടപ്പെട്ടു പോകാത്ത സ്വർഗീയ നിക്ഷേപം നാം സമ്പാദിക്കുമ്പോഴാണ്. കർത്താവ് പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ജീവിതത്തിൽ ചില പ്രയോറിറ്റീസ് ഉണ്ടാകണം. ദൈവത്തെയും ദൈവരാജ്യത്തെയും കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് മറ്റെല്ലാ കാര്യവും മുൻഗണനാക്രമത്തിൽ താഴെ ആയിരിക്കും. ദൈവരാജ്യത്തിൽ ആകുലതകൾക്കും അവിഹിത നേട്ടങ്ങൾക്കും
സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്ഥാനമില്ല. ഒരിക്കൽ ധനികനായ ഒരു മനുഷ്യൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന ചോദ്യവുമായി യേശുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അവനോട് കർത്താവ് പറയുന്ന മറുപടി പ്രസക്തമാണ്. കർത്താവ് പറയുന്നു, ഒരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. അതായത് കൂട്ടിവയ്ക്കലല്ല, ദൈവഹിതം തിരിച്ചറിയണം. സ്വരുക്കൂട്ടി വയ്ക്കുകയല്ല, മറ്റുള്ളവരെ കരുതുകയും അവരുടെ ഇല്ലായ്മയിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ കഴിയുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നതും ദൈവരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരുവാനും കഴിയുക. നാം എന്താണോ അന്വേഷിക്കുന്നത് അതാണ് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുക. ശാന്തി തേടിയ ശ്രീബുദ്ധൻ ശാന്തി കണ്ടെത്തി. സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട മഹാത്മാഗാന്ധിക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിഞ്ഞു. മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പൽ മഴ കണ്ടെത്തുന്നു. ചെളിക്കു വേണ്ടി അന്വേഷിക്കുന്ന പന്നിക്കൂട്ടം ചെളി കണ്ടെത്തുന്നു. നാം എന്ത് അന്വേഷിക്കുന്നുവോ അതാണ് നാം കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ നിത്യമായതിനെ അന്വേഷിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവസൃഷ്ടിയുടെ മകുടമായ മനുഷ്യനോട് പറയുന്നു, നിത്യമായതും നീതിയായതും ശാശ്വതമായതും തിരഞ്ഞെടുത്താൽ ആനന്ദം ലഭിക്കും. തിരുവചനം പറയുന്നു, ദൈവം സൃഷ്ടിച്ച് നല്ലതെന്ന് കണ്ടതാണ് ഈ പ്രപഞ്ചം. അതിൻ്റെ കാര്യവിചാരകത്വം മനുഷ്യനെ ഏൽപ്പിച്ചു. എന്നാൽ സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി മനുഷ്യൻ ദൈവസൃഷ്ടിയെ ദുരുപയോഗം ചെയ്തപ്പോൾ ഈ പ്രപഞ്ചം ആവാസയോഗ്യമല്ലാതെ ആയിത്തീർന്നു. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്. ഓർക്കുക, അത്യാർത്തിക്കുള്ളത് ഇല്ല. എല്ലാം നല്ലതെന്ന് കണ്ട് ദൈവം സൃഷ്ടിച്ച ലോകത്തെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ നിയോഗം. അതിന് 3 തിരിച്ചറിവുകൾ ഉണ്ടാകണം. 1, ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. 2, സൃഷ്ടിതാവായ ഉടയവനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. 3, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. അപ്രകാരം സൃഷ്ടിയോടും സൃഷ്ടിതാവിനോടും ഉള്ള ബന്ധത്തിൽ ധന്യമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.